10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി വരുമെന്നും BJP മുകളിലേക്ക് വരുമെന്നാണ് നിയുക്ത MLA ജി സുധാകരൻ പറയുന്നത്. ഇപ്പോൾ 3 MLAമാർ അവർക്കുണ്ട്. വെള്ളാപ്പള്ളി നാളെ ലൈൻ മാറ്റും. ഇത്രയും കാലം പിണറായിയെ പിന്തുണച്ചു, നാളെ എന്താണെന്ന് ആർക്കറിയാം. ലീഗ് കടുത്ത ഹിന്ദുവിരുദ്ധ നിലപാടിലേക്ക് മാറിയെന്ന യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിലെ വിമർശനത്തോടും സുധാകരൻ പ്രതികരിച്ചു. UDF അധികാരമേൽക്കും മുൻപ് ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും ലീഗിന്റെ മുഖ്യ ശത്രുക്കൾ സുകുമാരൻ നായരും താനുമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. KM ഷാജിയെ മന്ത്രിയാക്കാനുള്ള ചർച്ചകളെയും വെള്ളാപ്പള്ളി വിമർശിച്ചു. മുസ്ലിം ലീഗിനെതിരെ അടിക്കടി പ്രസ്താവനകൾ ഇറക്കുന്ന വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ മുൻപും പല വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ BJP അധികാരത്തിലെത്തിയേക്കാം, അവർ മുകളിലേക്ക് വരും, വോട്ട് കൂടിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ. കേരളത്തിൽ ഭാവിയിൽ BJP അധികാരത്തിൽ എത്തിയേക്കാമെന്ന് നിയുക്ത MLA ജി സുധാകരൻ. BJP മുകളിലേക്ക് വരും. ഇപ്പോൾ 3 MLAമാർ അവർക്കുണ്ട്. BJP വോട്ട് കൂടിയെന്നും സുധാകരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതത്തിലെ വർധനവിനെ പരാമർശിച്ചുകൊണ്ടാണ് സുധാകരന്റെ പ്രസ്താവന. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സുധാകരൻ നിശിതമായി വിമർശിച്ചു. വെള്ളാപ്പള്ളിയെ താൻ വീട്ടിൽ പോയി കണ്ടത് SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ്. ഇന്നലെ വരെ കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരുടെയും പിന്തുണ തനിക്ക് ലഭിച്ചു. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനങ്ങളിൽ ഒന്നാണത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അവർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ പാണക്കാട് പോയിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തെരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണ നൽകി. മുസ്ലിം സമൂഹം ഒരു മതേതര ന്യൂനപക്ഷ സമൂഹമാണെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ സഹായിച്ചവരെ നാം നന്ദിയോടെ ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നും സുധാകരൻ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ സന്ദർശിച്ച ശേഷമായിരുന്നു സുധാകരന്റെ പ്രതികരണം. സൗഹൃദ സന്ദർശനമെന്ന നിലയിലാണ് വേണുഗോപാലിനെ കണ്ടതെന്നും മന്ത്രി പദവി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുൻപ് മന്ത്രിയായത് ആവശ്യപ്പെട്ടിട്ടല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു.